ശരിക്കും നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം കൂടെ വേണം. ആ ലക്ഷ്യം നമുക്കില്ലെങ്കിൽ ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. അതായത് ഒരു ഗോൾ വേണം. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വീണ്ടും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളായിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മേഖലയായിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നും ഓരോ മേഖലകളിലുള്ളതായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എഫേർട്സിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ ഗോൾസും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. നിങ്ങൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. അതേസമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഫെയിലിയേഴ്സും ഉണ്ടായിന്ന് വരാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. നിങ്ങളുടെ ആ ഫൈനൽ ഗോളിലേക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രമല്ല, ഫൈനൽ സ്റ്റെപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ചിലപ്പം ഈ മുന്നത്തെ സ്റ്റെപ്പൊക്കെ ഫെയിലായിരിക്കും. പക്ഷേ ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാക്കി അതിനോട് കൂട്ടിച്ചേർത്ത് തുന്നിക്കെട്ടി പ്രവർത്തിക്കുക. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ സ്വപ്നം സാധ്യമാവും.